പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് പിക്സൽ ലാബ് ഉപയോഗിച്ച് A3 സൈസിൽ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രിൻറ്റിംഗ് ഒക്കെ ആവശ്യത്തിന് നമ്മൾ A3 സൈസിൽ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മേലെ 3 ഡോട്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇമേജ് സൈസ് എന്നത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ വിഡ്ത്ത് എന്നുള്ളിടത്ത് നമ്മളിപ്പം ഡിസൈൻ ചെയ്യുന്നത് ഹൊറിസോണൽ സൈസിലാണെങ്കിൽ നമ്മൾ ഇവിടെ വിഡ്ത്ത് 4961 കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റ് നമ്മൾ 3508 കൊടുക്കാം. അതെല്ലാം നമ്മൾ വെർട്ടിക്കൽ ആണെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാം. വിഡ്ത്ത് നമ്മൾ 3508 കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റ് 4961 കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഹൊറിസോണൽ ടൈപ്പായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻറ്റിങ് ആവശ്യം അതായതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ A3യുടെ ആ ക്യാൻവാസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിവിടെ നമ്മുടെ ആവശ്യാനുസരണം ഡിസൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സേവ് ആസ് ഇമേജ് എന്നുള്ളിടത്ത് കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ പല ഇതും കാണാം. ഇവിടെ കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ JPG സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ടു ഗ്യാലറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ അൾട്രാ എന്നുള്ളതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കറക്റ്റ് റേഷ്യോയിൽ സൈസിൽ കിട്ടൂല. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ A3 സൈസിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത സൈസിൽ തന്നെ ലഭിക്കണമെങ്കിൽ ഇവിടെ കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അൾട്രാ അതുപോലത്തെ മറ്റുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള ഒരു റേഷ്യോയിലാണ് വരിക. അതുകൊണ്ടാണ് കസ്റ്റം എന്നുള്ളത് പ്രത്യേകം സെലക്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ സേവ് ടു ഗ്യാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിലോട്ട് അത് സേവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതിനെ ഡോക്യുമെൻ്റ് ആക്കിയതിന് ശേഷം സെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ സൈസിൽ തന്നെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.